അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ബട്ടർ ചിക്കൻ കഴിക്കാൻ പോവാണ്. മറ്റേ ഒരു കുട്ടിയുടെ റീല് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഇപ്പോൾ ബട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് പോവാണ് ഔട്ടിങ് എടുത്ത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്ഥിരം കാഴ്ചയായ ട്രാക്ടറൊക്കെ കണ്ടോണ്ടാട്ടോ പോകുന്നത്. ഓപ്പോസിറ്റ് ഒരു ട്രാക്ടർ വരുന്നുണ്ട്. ഈ ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് നല്ല ചൂടുണ്ട്. എനിക്കും ഒന്ന് വൈകിട്ട് മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സാധാരണ ഈ ടൈം ആകുമ്പോൾ ചെറുതായിട്ട് ചൂട് തുടങ്ങും. ഞാൻ ഇവിടെ വന്നതിൽ വെച്ച് ഇത്രയും നാൾ കണ്ടിന്യൂസ് മഴ പെയ്യുന്നത് ഇപ്പോഴായിരിക്കും കേട്ടോ. 2-3 ദിവസമായിട്ടോ തുടങ്ങിയിട്ട്. ജൂൺ ജൂലൈ മാസത്തിലാട്ടോ ഇവിടെ നല്ലോണം ചൂട് വരാനുള്ള ചാൻസ്. ആ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോകും. പിന്നെ ഇവിടെ ലീവ് എടുക്കുമ്പോൾ ഇതേ കണക്ക് 3-4 വട്ടം നമ്മളാണെങ്കിൽ നമ്മുടെ ടൈമും കാര്യങ്ങളും എല്ലാം എഴുതണം. ഈ ഗേറ്റിന് പുറത്താട്ടോ നമ്മുടെ പാഴ്സലും കാര്യങ്ങളും ഒക്കെ വന്നാൽ ആൾക്കാർ വിളിക്കുന്നത്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്ത. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നല്ല തിരക്കാവണ്ടേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ കഴിക്കാൻ വന്നേക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ളൊരു ധാബയിലാണ്. ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാബേനെ കുറിച്ചിട്ട്. നമ്മുടെ അവിടുത്തെ ഉള്ള ഹോട്ടലിനെ പോലെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ധാബ. അപ്പോൾ നമ്മളെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇതേ ഉണക്ക് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. കാരണം എനിക്കിപ്പോൾ എന്തും അറിയില്ല, നല്ല വിഷമമുണ്ട്. നാട്ടിൽ പോകണം എന്നാണ്. അതുകൊണ്ടാണ് ഈ കോളേജിന് പുറത്തിറക്കാത്തതുകൊണ്ടാട്ടോ തൊട്ടടുത്ത് വരണ്ട ഞങ്ങളിങ്ങനെ ലീവ് എടുത്തിട്ട് വരുന്നത്. ഇതാട്ടോ നമ്മുടെ ധാബ. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഫുഡിന് നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരുന്നാട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് AC ഉള്ള ഭാഗത്താണ്. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ബട്ടർ ചിക്കൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ലേറ്റ് ആവും. നമ്മളൊരു ഓർഡർ കൊടുത്താൽ ഒരു അരമണിക്കൂർ എങ്കിലും അവരെടുത്തിട്ടാണ് സാധനങ്ങൾ കൊണ്ടുതരാം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് റീലൊക്കെ കണ്ട് ടൈം വേസ്റ്റ്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് വന്ന സാധനങ്ങളാട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. കിട്ടുന്ന എന്താ അത് കഴിക്കാനുള്ള മൂടാട്ടോ. അപ്പോൾ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്നാക്സ് പോലെ കഴിച്ചുകൊണ്ടിരിക്കുക. വിശക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഞങ്ങൾക്ക് പിന്നെ അറിയാം ഇത് വന്നു കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ വരുന്നു. ഇനി അടുത്ത നമ്മുടെ ഗ്ലാസ്സാണ് വരുന്നത്. ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു 3/4 മണിക്കൂറിന് ശേഷം ഇത് വന്നത്. അപ്പം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ഇത് ഗായ്സ് ഫൈനലി നമ്മുടെ ബട്ടർ ചിക്കൻ ഇതാ വന്നിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വരുന്ന സന്തോഷം എന്ത് ടേസ്റ്റാണെന്നറിയാമോ. എനിക്കിത് കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ചാറെടുത്താണ് ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നന്നായിരിക്കും. പിന്നെ ഞങ്ങളുടെ നാൻ വരാത്തതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇത് വെച്ചാട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തേക്കുന്ന ബട്ടർ നാനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ നേരമായിട്ട് കാത്തിരുന്ന് നമ്മുടെ ബട്ടർ നാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ എൻ്റെ പ്ലേറ്റിൽ എടുത്തിട്ട് കേട്ടോ. ഫേവറേറ്റ് ആണ് കേട്ടോ ലെഗ് പീസ്. അപ്പോൾ ആണെങ്കിൽ ഞാൻ അത് കൂട്ടിയിട്ടാട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. നോർത്തിലെ ഫുഡ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റം ആട്ടോ ബട്ടർ ചിക്കനും ബട്ടർ നാനും. ഹോസ്റ്റലിലെ ഫുഡ് മടുത്തിരിക്കുന്ന ടൈം ആട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോണക്കുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കനും ബട്ടർ നാനും ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് നല്ല ഫുഡും നല്ല ഡ്രസ്സും കിട്ടുമ്പോഴാണ്. ഈ ധാബയുടെ പേരെന്ന് പറഞ്ഞാൽ നേപ്പാളി ധാബ എന്നാട്ടോ. പിന്നെ ഞങ്ങൾ ബട്ടർ ചിക്കൻ ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നേരെ പാഴ്സൽ പറയാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പാഴ്സലൊക്കെ പിടിച്ചുകൊണ്ട് നേരെ യൂണിവേഴ്സിറ്റി കയറിയതാട്ടോ. പോയപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷെ വന്നപ്പോൾ നല്ല മഴക്കാറുണ്ട്. എനിക്ക് സാധാരണ ഈ ക്ലൈമറ്റാണ് ഭയങ്കര ഇഷ്ടം. ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ കാണാൻ നല്ല രസമാട്ടോ. ഫുള്ള് നമുക്കാണെങ്കിൽ പച്ചപ്പും ഒരുമാതിരി നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ ആൻറ്റിമാരാണെങ്കിൽ തൂക്കുവാണ്. കുറേ ആൻറ്റിമാർ ഒരുമിച്ചാണ് തൂക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ടോ വന്നേ. മഴ പെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ കൂടിയോണ്ട് എന്തായാലും ഇന്നും മഴ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. കാരണം ഫുഡ് മാത്രം കഴിക്കാനുള്ള പ്ലാനിലാട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഫോട്ടോ എടുക്കുന്ന പ്ലേസ് ആട്ടോ. ഈ ലോൺ എന്ന് പറഞ്ഞാൽ ഗേൾസിന് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബോയ്സിന് കയറാൻ പെർമിഷൻ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മഴ പെയ്തു എന്ന്, പക്ഷെ പെയ്തില്ല. വയറൊക്കെ ഫുള്ളായതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ചെന്ന് റൂമിലേക്ക് കയറാൻ പോവാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.